കോഴിക്കോട് ജില്ലയിൽ സിപിഎം ബിജെപി സംഘർഷം തുടരുന്നു. ജില്ലയിൽ പലയിടത്തും ഇന്നും അക്രമ സംഭവങ്ങൾ അരങ്ങേറി. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കളക്ടർ തിങ്കളാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. അതിനിടെ BMS ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമാണ്. ജില്ലയിൽ തുടർച്ചയായി രണ്ടാം ദിനമാണ് ഹർത്താൽ. 3 ദിവസമായി തുടരുന്ന സംഘർഷങ്ങൾക്ക് ഇന്നും മറുതിയില്ല. പുലർച്ചെ CPMന്റെ ഫറൂഖ്, നന്മണ്ട, തോടന്നൂർ ഓഫീസുകൾക്ക് നേരെ അക്രമമുണ്ടായി. ഫറൂഖ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പൂർണ്ണമായും കത്തിനശിച്ചു. അക്രമത്തിന് പിന്നിൽ സംഘപരിവാറാണെന്നാണ് CPM ആരോപണം. BJP സംസ്ഥാന സെക്രട്ടറി VK സജീവന്റെ വടകരയിലെ വീടിന് നേരെ കല്ലേറുണ്ടായി. ജനൽ ചില്ലുകൾ തകർന്നു. ഏതാണ്ട് 5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായിട്ടുള്ള അക്രമമായിരുന്നു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലും ജില്ലയിൽ പലയിടത്തും വ്യാപകമായി പാർട്ടി സ്തൂപങ്ങളും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും നശിപ്പിച്ചു. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം തിങ്കളാഴ്ച വൈകിട്ട് 5-ന് നടക്കും. ഓഫീസ് തകർത്തതിൽ പ്രതിഷേധിച്ച് BMS പ്രഖ്യാപിച്ച ഹർത്താൽ ജില്ലയിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. KSRTCയും സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. മീഡിയ 1 കോഴിക്കോട്.